എന്റെ മുരുക ഞാൻ എന്താ കാണുന്നേ? ആശാൻ മുടിഞ്ഞ പ്രാക്ടീസ് ആണല്ലോ. മുടിഞ്ഞ പ്രാക്ടീസ് അല്ല. നീ ആ ബക്കറ്റ് ഇങ്ങനെ എടുത്തിട്ട് വന്നേരാ. ഇങ്ങനെ കൊണ്ടോ, വേഗം കൊണ്ടോ, വേഗം കൊണ്ടോ, വേഗം കൊണ്ടോ. പുതിയ ഐറ്റാ? പുതിയ ഐറ്റം അല്ലടാ. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. 2 ദിവസം ഇവിടെ വെള്ളമില്ലാണ്ട്, പൈപ്പ് ലൈനിൽ വെള്ളമില്ലാണ്ട് ഞാൻ അരമണിക്കൂർ ക്യൂ നിന്നിട്ടാ വെള്ളം കിട്ടിയത്. വെള്ളം കൂട്ടേ കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ല, അവൾ ഒരു പച്ചവെള്ളം പോലും ഇന്ന് എനിക്ക് തരിക. അറിയാതെ നിനക്ക് ആ കുടം കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടോ? എന്ത് ഉപകാരം ഉണ്ടാകും? ഈ കുടം ഒന്ന് മാറ്റി പിടിച്ചൂടെ? കുട മാറ്റി പിടിക്കാനാ? എടാ, ഈ കുടത്തിനെന്ന് പറഞ്ഞ ഒരു കഥയുണ്ട്. ഈ കുടത്തിന്റെ കുടത്തിനും കഥയോ? എടാ ചെറുക്ക, ഇടുക്കിയിൽ അമ്പലത്തിൽ ഞങ്ങളുടെ പ്രോഗ്രാം കിഡിലൻ ആട്ടമാണ് ഞങ്ങൾ ആടുന്നത്. ഞാനും ഞങ്ങളുടെ ടീമും ഞങ്ങളുടെ ആശാനും. ആശാനും ഉണ്ട് ആശാനെ. പിന്നെ അല്ലാണ്ട് ആശാനം ഇല്ലാണ്ട് പിന്നെ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റുവാടാവേ. ഞങ്ങൾ ആശാനുമായിട്ട് അങ്ങോട്ട് ചെല്ലിയാണ്. ഈ ആട്ടമൊന്നുമല്ല, ഈ കുടമല്ല, ആശാന്റെ കുടമാണ്. ഒരു കുടമാണ്. ആശാന്റെ കുടത്തിൽ നിന്ന് ഇങ്ങനെ 7 അടി ഹൈറ്റിൽ ഇരുമ്പിന്റെ പൈപ്പ് വെച്ചിട്ടാണ് കാവടി ഉണ്ടാക്കി. ആശാൻ കിടന്ന് നമ്മുടെ ഫ്രണ്ടിൽ കിടന്ന് നല്ല തുള്ളാണ് അവിടെ കിടന്നുണ്ട്. ഞങ്ങൾ ബാക്കി കിടന്ന് തുള്ളാണ്. ആളുകളുടെ ബഹളം, പെണ്ണുങ്ങളെ കൈയടിക്കണ കണ്ട് ആശാന്റെ കയ്യിൽ നിന്ന് പോകും. പെണ്ണുങ്ങളെ കൈയടിച്ചപ്പോ ആശാൻ പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ട് ചരിഞ്ഞ് ലാലേട്ടൻ കറങ്ങണ പോലെ ഒരു ഒറ്റ കറക്കം അങ്ങോട്ട് കറങ്ങതാ. 11 കേവിൽ അടിച്ചിട്ട് മലക്കം പറഞ്ഞ് ഗിൽഡ് ചിക്കൻ കിടക്കണ പോലെയാണ് കിടന്നത്. എന്നിട്ട് കപ്പങ്ങ കുത്തണ പോലെയാണ് KSBക്കാര് കുത്തിയിട്ടത്. അറിയാവോ? അതിന്റെ സ്മരണയില്ല പിതാവേ കുടം. വെല്ലിച്ചന്റെ കുടത്തിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചു. പിന്നെ ഏത് കുടം? ആശാന്റെ ഈ കുടം ഒന്ന് മാറ്റി പിടിച്ചൂടെ? എടാ, ഇത് ഞാൻ പറയട്ടെ, അമ്മൻകുടം പല രീതിയിലുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷിൽ അമ്മൻകുടത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ മമ്മിക്കുടം എന്ന് പറയും. അറിയില്ലേ? അപ്പൊ മലബാർ ഭാഗത്തൊക്കെ? മലബാർ ഭാഗത്തേക്ക് നമ്മൾ ഈ കളിക്ക് പോകണമെങ്കിൽ അവിടെ ഉമ്മച്ചിക്കുടം ഉണ്ട്. അപ്പൊ പാലാ സൈഡോ? പാലാ സൈഡ് അറിയാലോ, അച്ചായമാരുടെ ഏരിയ ഒരു രക്ഷയില്ല അവിടെ. അല്ലെങ്കിൽ അടി കിട്ടും. അവിടെ അമ്മച്ചിക്കുടം. അപ്പൊ തെക്കോട്ടോ? തെക്കോട്ട് പറഞ്ഞാൽ തള്ളക്കുടമാണ്. എന്താ പരിപാടി പറഞ്ഞാൽ തള്ളക്ക് വലിയ അടിയും ബഹളമായിരിക്കും. ആശാന്റെ അല്ലേ ആട്ടം? 3 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങള് കഞ്ഞിക്കുഴി അമ്പലത്തിൽ എന്റെ പ്രോഗ്രാം. അവിടെ കരകാട്ടം അടിച്ച് പൊളിച്ച് ഞങ്ങള്. അവര് അടിച്ചു പൊളിക്കാൻ കേട്ടായിരുന്നു. അതല്ലെന്ന്, കരകാട്ടം ഞങ്ങൾ അവിടെ അടിച്ച് പൊളിക്കാണ്. കരകാട്ടം കഴിഞ്ഞിട്ട് കമ്മിറ്റിക്കാർ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, കാശ് വന്നിട്ട് പറഞ്ഞു, ആശാനെ കരകാട്ടം കിടുക്കി, ഇനി ആശാന്റെ കനലാട്ടം ഒന്ന് കാണണമെന്ന്. കനലാട്ടോ? അതെന്താട്ടാ? എന്താട്ടോ എന്നാ ഞാൻ പറഞ്ഞു. എടാ പിള്ളേരെ, ഞാൻ അതിനുള്ള എക്യുപ്മെന്റ്സ് ഒന്നും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ അതിലൊരു തടിയം വന്നിട്ട് പറയാ, ഞങ്ങൾ എക്യുപ്മെന്റ്സ് ഒക്കെ ഒരുക്കിയിട്ടുണ്ടേ എന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പോ ഫ്രണ്ടിൽ ചിത ഒരുക്കിയിരിക്കടാ. ചിതയായിട്ടാ എനിക്ക് തോന്നിയത്. ശരിക്കും കനൽ ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിച്ച് ഇതിൽ കൂടി നടക്കണമല്ലോ ഞാൻ. നടന്നാ എങ്ങനെ നടക്കാതിരിക്കും? പെണ്ണുങ്ങൾ അപ്പുറം നിൽക്കുകയല്ലേ. പെണ്ണുങ്ങളുടെ കയ്യടി കേട്ടാ എനിക്ക് ഗിൽഡ് കൂടും. പെണ്ണുങ്ങളുടെ കയ്യടി കണ്ട് ബഹളം കണ്ട് ഞാൻ മിന്നൽ മുരളി പോണ പോലെ ഇങ്ങനെ പോയടാ. ഇങ്ങനെ ചെന്ന് ലാൻഡ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ നിന്ന് എന്റെ കാലയിലേക്ക് നോക്കിയപ്പോഴല്ലേ സവോള ഇവിടെ പൊങ്ങി നിൽക്കുന്ന പോലെ നിൽക്കും എന്റെ 2 പാദം. അങ്ങനെ പറയാൻ വഴിയില്ലോ ആശാനെ. നീ പോയി നിന്ന് നോക്ക്, നിനക്ക് സവോള ഇവിടെ സുഖിനാവും നിന്റെ കളി. എന്നാൽ ഇത്ര വർഷം ഞാൻ ആശാന്റെ ശിഷ്യനായി നടന്നിട്ട് ഈ അമ്മൻകുടം തന്റെ തലയിൽ ബാലൻസ് ചെയ്ത് കളിക്കാനുള്ള ഐഡിയ ഇതുവരെ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. തരില്ല എന്റെ പൊന്നാശാനെ, ഒന്ന് പറഞ്ഞു താട്ടെ. നിനക്ക് തരില്ലെന്ന് പറഞ്ഞാൽ തരില്ല ആശാനെ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണെന്ന് പറഞ്ഞു താട്ടെ ആശാനെ. നിനക്ക് ഇത് തരില്ലെന്ന് എന്നാണ് വെള്ളിച്ച ഇവന് ചോദിക്കുന്ന കേട്ടോ. ഇവന് നമ്മുടെ കഴിവ് കൊടുക്കണമെന്ന്. കൊടുക്കാനാ? വെള്ളിച്ചം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഇത് നീ വരുമല്ലോ 5 വർഷത്തോട്ട് ഞങ്ങളുടെ കൂടെ ഒന്ന് കളിക്കോ? തീർച്ചയായിട്ടും ആശാനെ വിട്ട് പോകത്തില്ല. എന്നാ ഞാൻ നിനക്ക് സെറ്റ് ചെയ്ത് തരാം. ഇത് വെക്കണേന്ന് ഉപ്പാടെ ഒരു പൗഡർ ഉണ്ട്. ഇത് വെച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിത് ശരിയാവുള്ളൂ. മനസ്സിൽ വിചാരിച്ചോ നല്ല പോലെ. അയ്യോടാ, അങ്ങോട്ട് കയറി വല്ലാണ്ട് സൂക്ഷിക്കണ്ട നീ. മതി നിക്കട്ടെ, അവിടെ നിൽക്കേ. പ്രാർത്ഥിച്ച് കണ്ണടച്ച് നോട്ടാ. ഞാൻ സെറ്റ് ചെയ്ത് തരാവേ. ഒന്ന് കറക്റ്റായിട്ട് വെച്ചോ. ഇതാണ് ഞങ്ങളുടെ വെള്ളിച്ചന്റെ ഐഡിയ ആണ്. നീ നന്നായിട്ട് പ്ലേ ചെയ്യണേ, അന്നെങ്കിൽ മാത്രമേ നിന്നെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പരിപാടിക്ക്. എങ്ങനെയുണ്ട്? ഓക്കേടാ? ഓക്കേടാ? അടിപൊളി. ഇതാണ് പരിപാടി. ഇത് മതി. നിന്നെ ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ ടീമിലേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പൊ പരിപാടിയുടെ പ്ലേ ഉണ്ട്. അതല്ല, ഇത് തലേന്ന് പോണില്ലല്ലോ. നീ തലേന്നും പോവില്ല, മറ്റന്നാളും പോവില്ല, നാളെയും പോവില്ല. ഇനി 5 വർഷത്തേക്ക് നിന്റെ തലയിൽ ഈ കുടം ഫിക്സ് ആടാ.